പ്രൈസലോ. ചാരത്തും ദൂരത്തുമായി നിൽക്കുന്ന എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരല്പസമയം ഞങ്ങളുടെ സുവിശേഷ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിക്കണമേ എന്ന് ദൈവനാഥൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ, ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളെ സുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവേ. നമ്മളെ സുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവേ. ഉലകമഹാന്മാരകിലരുമൊരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. ഉലകമഹാന്മാരകിലരുമൊരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മൾ ഉന്നതനേശുമകേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മൾ ഉന്നതനേശുമകേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ, ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളെ സുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവേ. നമ്മളെ സുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവേ. പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിക നരനായി. പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിക നരനായി. ദൈവകോപത്തിൽ വെന്തരിഞ്ഞവനാ രക്ഷകൻ ജീവിക്കുന്നു. ദൈവകോപത്തിൽ വെന്തരിഞ്ഞവനാ രക്ഷകൻ ജീവിക്കുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ, ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളെ സുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവേ. നമ്മളെ സുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവേ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തുവിൻ, വരുന്നിത ജയരാജൻ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തുവിൻ, വരുന്നിത ജയരാജൻ. നിങ്ങൾ ഉയർന്നിരിപ്പേൻ കഥകുകളെ ശ്രീ യേശുവെ സ്വീകരിപ്പാ. നിങ്ങൾ ഉയർന്നിരിപ്പേൻ കഥകുകളെ ശ്രീ യേശുവെ സ്വീകരിപ്പാ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ, ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളെ സുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവേ. നമ്മളെ സുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവേ. ചാരത്തും ദൂരത്തുമായി ഞങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. താവായ യേശുക്രിസ്തുവിന്റെ അന്ത്യകൽപ്പനയാണ്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സർവ്വസൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിക്കണമെന്ന്. സുവിശേഷം കേൾക്കുക അല്ലെങ്കിൽ സുവിശേഷം അറിയുക എന്ന് പറയുമ്പോൾ നമുക്ക് പൊതുവിൽ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ആ ബോധത്തെ ഉണർത്തിയെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ആരാണ് എന്ന്, നമ്മുടെ ഈ ലോകത്തിന്റെ അവസ്ഥ എന്താണെന്നൊക്കെയുള്ള ബോധവാന്മാക്കി എടുക്കുക. പുറമേയുള്ള നമ്മുടെ കണ്ണു തുറക്കുവാൻ, നമ്മുടെ പുറംകണ്ണിൽ പുലർവേളയിൽ അംശുവാൻ അതേ എന്ന് പറയുന്ന പോലെ വിദ്യാഭ്യാസമൊക്കെ തരുമ്പോൾ നമുക്ക് അതിൻ്റെതായ അറിവുകൾ ലഭിക്കും. എന്നാൽ ഇതിനപ്പുറം, ഈ ലോകത്തിനപ്പുറമുള്ള അറിവുകൾ, ദൈവരാജ ചിന്ത, നരകത്തെ പറ്റിയുള്ള ഓർമ്മ, ജീവിതത്തിൽ സന്തോഷം ഇല്ലാതെയാകുന്നതിൻ്റെ അവസ്ഥ, ഇങ്ങനെ കാര്യങ്ങളെ പറ്റി നമ്മളെ ബോധവാന്മാരാക്കുന്നതാണ് സുവിശേഷം എന്ന് പറയും. യേശുക്രിസ്തു പറഞ്ഞത് ലോകത്തിലൊക്കെയും പോയി നിങ്ങൾ പറയണമെന്ന്. കാരണം യേശുക്രിസ്തുവിനെ യൂതന്മാര് റോമ പടയാളികളും ചേർന്നാണ് കാൽവറിയിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ അവർ ക്രൂശിൽ തറച്ചു.
അപ്പൊ എല്ലാം തീർന്നു എന്നൊക്കെ അവരെ വിചാരിച്ചു, അവരുടെ അവസാനിച്ചു എന്ന് വിചാരിച്ചു. എന്നാൽ ആ മൂന്നാം നാള് ആ മരിച്ച് അടക്കപ്പെട്ട യേശുവിനെ അവരെങ്ങനെയാണ് അടക്കിയോ അങ്ങനെ തന്നെ യേശു എഴുന്നേറ്റ് വന്നു. സ്വബോധമുള്ളവനായി മരിക്കുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു അങ്ങനെ യേശു എഴുന്നേറ്റ് വന്നു. അതുകൊണ്ട് യേശു അവരെ ചെന്ന അപ്പോസ്തലന്മാരോട് പറഞ്ഞു, നിങ്ങളിപ്പോ കണ്ട കാഴ്ച നിങ്ങൾ ലോകം മുഴുവനും പോയി പറയണവർ. കാരണം റോമ ഗവൺമെന്റും യൂതന്മാരും കൂടി നമ്മെ ക്രൂശിച്ചു, രക്തം ഒഴുകിക്കിടക്കാൻ നിങ്ങൾ കണ്ടതാണ്. അങ്ങനെ ഞങ്ങളെ മണ്ണിനടിയിൽ കല്ലറയിൽ വെച്ച ഞാനതാ ഇതുപോലെ തന്നെ എഴുന്നേറ്റ് നിൽക്കുന്നു. ഈ വിവരമൊന്ന് നിങ്ങൾ ലോകം മുഴുവനും പോയി പറയണമെന്ന് ശിഷ്യന്മാരോട് പറയുവാനിടയായി. നൂറ്റാണ്ടിൽ തന്നെ അത് ലോകം മുഴുവൻ അറിയുവാനും ജനങ്ങൾ കേൾക്കുവാൻ ഇടയായ തന്നെയുമല്ല, അനേകർക്ക് അത് ആശ്വാസവും സന്തോഷമായി തീർന്നു. കാരണം ജനിക്കുന്നതിന് മുമ്പ് ജീവചരിത്രം എഴുതി ഭൂമിയിലേക്ക് വന്ന ഒരാൾ മാത്രമാണ് യേശു മാത്രം. കാരണം സെന്റ് പോളിന്റെ ഭാഷയിൽ പറഞ്ഞാൽ തിരുവെഴുത്ത് പ്രകാരം ലോകത്തിലേക്ക് വന്ന യേശു. നമ്മുടെ ലോകത്തിലെ മഹാരഥന്മാരുടെ പട്ടിക നമ്മൾ പരിശോധിക്കുമ്പോൾ എബ്രഹാം ലിങ്കൻ, പ്ലേറ്റോ, അരിസ്റ്റോട്ടില്, തോലമി, ഹിപ്പാർക്കസ്, നമ്മുടെ ഭാരതത്തിലെ ആദിമ സ്വതന്ത്ര നേതാക്കന്മാരെ, അങ്ങനെ വിദേശത്തും സ്വദേശത്തുള്ള നേതാക്കന്മാരുടെ ലിസ്റ്റ് എടുത്താൽ 2-3 മൈൽ നീളത്തിൽ വരും അവരുടെ പേരുകൾ എഴുതിയ. എന്നാൽ അവരൊക്കെയും ജനിച്ച് വിദ്യാഭ്യാസം ചെയ്ത് വളർന്നോരോ മേഖലകൾ കീഴടക്കിയാണ് അവരെ പ്രശസ്തരായി തീരുന്നവരെ ലോകം അറിയുന്നു. ചിന്തിച്ചു നോക്കി, അവര് ചെറുപറ ഇന്ന സ്ഥലത്ത് ജനിക്കുമെന്നോ ഇന്ന മാതാപിതാക്കന്മാരായിരിക്കുമെന്നോ ഇന്ന സാഹചര്യം വളരുമെന്നൊന്നും അവരെ പറ്റി എഴുതിയിരുന്നില്ല. അതിനെല്ലാം അവരുടെ മരണമോ അവരുടെ ജീവിതമോ എഴുതിയിരുന്നത്. യേശു എങ്ങനെയല്ല, ജനിക്കുന്നതിന് മുമ്പ് യേശുവിന്റെ ജനന, മരണ, പുനരുദ്ധാരം, ജീവിത ശൈലികൾ, പ്രസംഗിക്കുന്ന വിഷയങ്ങൾ, ഇതെല്ലാം തന്നെ യേശു ജനിക്കുന്നതിന് 1500 വർഷങ്ങൾക്ക് മുമ്പ് 35ഓളം എഴുത്തുകാരെ, പ്രവാചകന്മാർ എഴുതി ആണ് ആ തിരുവെഴുത്ത് പ്രകാരം യേശു ലോകത്തിലേക്ക് വന്നത്. ആ യേശു അങ്ങനെ വരുമ്പോ ആ പ്രവാചകന്മാരും നന്മ കണ്ടിട്ടില്ല, യേശു അവരെ കണ്ടിട്ടില്ല. എന്തൊരു അത്ഭുതമാണെന്ന് ആലോചിച്ച് നോക്കിക്കേ. അതാണ് യേശുവിന് യെശയ്യാ പ്രവാചകൻ എന്ന് പറയുന്ന വേദപുസ്തകത്തിലെ പ്രധാന പ്രവാചകൻ, അവൻ അത്ഭുത മന്ത്രി എന്ന് പേര് കൊടുക്കാനിടയായി. അത്ഭുത മന്ത്രി തന്നെയല്ല. യേശുവിന്റെ ജീവിതം പഠിക്കുമ്പോ യഹൂദന്മാരുടെ ഇടയിൽ ശാസ്ത്രിമാർ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്, ശാസ്ത്രം അറിയാവുന്നവർ. അവരുടെ സംസാരമൊക്കെ കേട്ടാൽ അവര് അന്തരീക്ഷത്തെ, ആകാശ കാര്യങ്ങള്, മേഘമണ്ഡലത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഗണിച്ച് ശാസ്ത്രീയമായി പറയുവാൻ കഴിവുള്ള ശാസ്ത്രജ്ഞന്മാർ. അവരുമായി സംസാരിക്കുമ്പോൾ അവരെക്കാൾ അറിവുള്ളവനായ ആ വിഷയം സംസാരിച്ചപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, എടാ പള്ളിക്കൂടത്തിൽ പോകാതെ ഇവൻ എങ്ങനെ ശാസ്ത്രം പറയുന്നു എന്ന്. അങ്ങനെ പള്ളിക്കൂടത്തിൽ പോകാതെ ഒരു ആശാന്റെ കീഴിൽ വരാതെ ശിഷ്യനാകാതെ തനിക്കൊരു ഗുരു എന്ന് അവകാശപ്പെടുവാൻ ഭൂമിയിൽ ആരുമില്ലാതെ, ഒരു വിദ്യാലയം എന്ന് പറയാനുള്ള ആലയമില്ലാതെ യേശു വളർന്ന് ലോകത്തിൽ മറ്റേതൊരു മനുഷ്യനേക്കാൾ അറിവുള്ളവരായി ലോകജാതികളോട് ആ രക്ഷയുടെ സന്തോഷം, മാനസാന്തത്തിന്റെ അനുഭവം, ജീവിതത്തിൽ നന്മയ്ക്കുള്ള വശങ്ങളെല്ലാം യേശു പറഞ്ഞു കൊടുത്തു. അതുകൊണ്ടാണ് സെന്റ് പോൾ ഇങ്ങനെ പറയുന്നത്, യേശു തിരുവെഴുത്ത് പ്രകാരം ലോകത്തിലേക്ക് ഇറങ്ങി വന്നു എന്ന് പറയാൻ കാരണം ആ യേശുവിന്റെ വചനങ്ങൾ കേട്ടവര് എത്രയോ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. യേശു ഇങ്ങനെ പറഞ്ഞു, യെരൂശലേമിൽ വരുമെന്ന് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എന്റെ അടുക്കൽ വരെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞപ്പോ യഹൂദമത വേദാവികള്, ആ പണ്ഡിതന്മാരൊക്കെ യേശുവിനെ കളിയാക്കി. ആശാരി യോസേഫിന്റെ മകൻ, സ്വന്തമായി 10 സെന്റ് ഇല്ലാത്തവൻ, പള്ളിക്കൂടത്തിൽ പോകാത്തവൻ, അവന്റെ അടുക്കൽ ചെന്നാൽ ആശ്വാസം കിട്ടുമെന്ന് പറയുന്നു എന്ന് പറഞ്ഞ് യേശുവിനെ അവർ കളിയാക്കി. ഇവരെയുള്ളവരെ ചിന്തിച്ചു നോക്കൂ. യേശു പറഞ്ഞ വചനങ്ങൾ 2000-ന് മേൽ ഭാഷകളിൽ നിന്ന് ലോകത്തിന്റെ 5 വൻകരകളിൽ മുടങ്ങി കേൾക്കുവാൻ തുടങ്ങിയിട്ട് കൊല്ലം 2025 നോക്കണം. ഒരു കൊല്ലം കൊണ്ടോ 2 കൊല്ലം കൊണ്ടോ ഒരു തലമുറ അവസാനിച്ചില്ല. യേശു പറഞ്ഞ ഓരോ വാക്കുകളും അന്തരീക്ഷത്തിൽ മുടങ്ങി കേൾക്കുവാൻ തുടങ്ങിയിട്ട് 2025 വർഷമായി. ഇനിയും എത്ര വർഷം കേൾക്കുമെന്നറിയാൻ പാടില്ല. തന്നെയുമല്ല, ആ വചനത്തിന്റെ പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ പാപി മാനസാന്തരപ്പെടുന്നു. ഇന്ന് നമ്മുടെ ഇടയിൽ മയക്കുമരുന്നും മദ്യപാനവും മനുഷ്യവർഗത്തെ തിന്നുകൊണ്ടിരിക്കുകയാണ്. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ വരെ മയക്കുമരുന്ന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കൊച്ചു കൊച്ചു പെൺപിള്ളേർ വരെ മയക്കുമരുന്ന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭവനങ്ങൾ തീനരകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അധ്യാപകന്മാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും മതപുരോഹിതന്മാരും ദൈവാലയങ്ങളിലെ മീറ്റിംഗ് വെച്ച് നടക്കുകയാണ്. എങ്ങനെയാണ് നമ്മുടെ പിള്ളേരെ മയക്കുമരുന്ന് രക്ഷിക്കേണ്ടതെന്ന് ഓർന്നവർ ചിന്തിക്കുകയാണ്. പക്ഷേ ഓരോ ദിവസം ചെല്ലുന്നവർ എണ്ണം കോടിക്കണക്കിന് മയക്കുമരുന്ന് മദ്യമൊക്കെയാണ്, വ്യാജമദ്യമാണ്, വ്യാജ പുകയിലയാണ് നമ്മുടെ പോലീസുദ്യോഗന്മാർ പിടിക്കുന്നത്. നോക്കണമേ, അതങ്ങോട്ട് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മനുഷ്യനെ കാർന്നു നിന്നുകൊണ്ടിരിക്കുകയാണ്. ഭവനങ്ങൾ
അനേകര പാപ വഴികളെ വിടുവാനും ഒരു ദൈവരാജ്യ ചിന്തയിലേക്ക് കടന്നു വരുവാൻ ഇടയായി. കാരണം നമുക്ക് ദൈവം തന്നിരിക്കുന്ന ശരീരം, ഈ ആരോഗ്യമുള്ള ശരീരം, ഇത് ഒരു അല്പനേരത്തെ സുഖത്തിന് വേണ്ടി നമ്മൾ ആ മയക്കൂറിന് അടിമപ്പെട്ടു പോകുമ്പോൾ അത് 4-5 വർഷം കഴിയുമ്പോൾ വേദനയായി, രോഗമായി, അത് കടപ്പാട് ആശുപത്രിക്കാർ കൊണ്ടുപോകുന്നു, കുഞ്ഞുങ്ങൾ അനാഥരാകുന്നു, ഭാര്യ വിധവയാകുന്നു, ആ ഭവനം നാശത്തിന്റെ വക്കിലേക്ക് പോവുകയാണ്. ആ മദ്യം വരുത്തുന്ന, മയക്കുമരുന്ന് വരുന്ന ആ നാശകരമായ അവസ്ഥയെ പറ്റി ബോധവാന്മാരാകുമ്പോൾ എത്ര സന്തോഷം അവരെയുള്ളവരെ, എത്ര അനുഗ്രഹമാണ്. ഈ സുവിശേഷ പ്രസംഗത്തിന്റെ ഫലമായി നമ്മൾ കേരളത്തിൽ മാത്രം പരിശോധിച്ചാൽ എത്രയോ മദ്യപാനത്താൽ നീറിയിരുന്ന കുടുംബങ്ങൾ, ദുഃഖിച്ചിരുന്ന കുടുംബങ്ങൾ യേശുവിനെ അറിഞ്ഞപ്പോൾ, ബൈബിൾ അറിഞ്ഞപ്പോൾ, ദൈവരാജ്യ ചിന്ത വന്നപ്പോൾ, നരകത്തെ പറ്റി ഓർമ്മ വന്നപ്പോൾ അവരൊക്കെയും ആ പാപവഴികളെ വിട്ട് ദൈവസന്നിധിയിൽ കടന്നു വരുവാനും ആ ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനും ആ കുഞ്ഞുങ്ങളൊക്കെ സന്തോഷിക്കുവാനിടയായി. അങ്ങനെ പാപ ജീവിതത്തിൽ നിന്ന്, നാശത്തിന്റെ പാതയിൽ നിന്ന് മനുഷ്യനെ തിരിച്ച് നേരായ പാതയിൽ കൊണ്ടുവരുവാനും ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനും ധർമ്മങ്ങൾ നന്നായി വരുവാനും ഈ യേശുവിന്റെ സുവിശേഷത്തിന് ശക്തിയുണ്ട് എന്ന് അത് കഴിഞ്ഞ കാല മനുഷ്യവർഗത്തിന്റെ ജീവചരിത്രങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ യേശു പറഞ്ഞ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എന്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്രയിക്കാമെന്ന് പറഞ്ഞ ഈ വചനം എത്രയോ സത്യമാണ്. തന്നെയല്ല, ഈ വചനത്തിനെതിരായി ഇതൊരു അന്ധവിശ്വാസമാണ്, ഇത് ക്രിസ്ത്യാനികളുടെ ഒരു പുസ്തകമാണ്, യേശു ക്രിസ്ത്യാനികളുടെ ദൈവമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ഒരു വിഭാഗമുണ്ട്. അങ്ങനെ വരരുത്. ബൈബിൾ ക്രിസ്ത്യാനികളുടെ ഗ്രന്ഥമല്ല, യേശു ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമല്ല. ലോകരക്ഷിതാവായിട്ടാണ് യേശു ഭൂമിയിലേക്ക് ഇറങ്ങുന്നത്. ലോകരക്ഷിതാവായി എല്ലാവർക്കും വായിച്ച് മനസ്സിലാക്കുവാനും ദൈവരാജ്യത്തെ പറ്റി ബോധവാന്മാരാകുവാനും നരകത്തിന്റെ ഭീകരത മനസ്സിലാക്കി അത് നിത്യജീവന്റെ അവകാശികളായി തീരുവാൻ ആ സത്യവചനമാണ് ഈ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പ്രിയമുള്ളവരെ. അതുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ എത്ര സന്തോഷമാണ് നിങ്ങൾക്കറിയാമോ? ചിന്തിച്ചു നോക്കണം. ആദ്യം നമുക്കൊരു ഭാരമൊക്കെ വരും കേട്ടോ. നമ്മുടെ പിള്ളേരൊക്കെ സ്കൂളിൽ വിടുമ്പോ അവർ പോകാൻ മടിയാ. 1ാം ക്ലാസ്സിലെ ട്യൂഷനൊക്കെ വിടുമ്പോൾ എത്രയോ ബുദ്ധിമുട്ടിയാണ് അവർ വിടുന്നത്. തെല്ലോ കെട്ടൊക്കെ ചെയ്യേണ്ട വന്നാൽ പിള്ളേരെക്കാൾ വേദന മാതാവിനും പിതാവിനും ആയിരിക്കും. എങ്കിലും അവരെ നിർബന്ധിച്ച് വിടും. അവർ 10ാം ക്ലാസ് ആയി കഴിയുമ്പോൾ അവരിങ്ങനെ പറയും, ദൈവമേ, അപ്പത്തിന് അമ്മച്ചിന്റെ പപ്പയും മമ്മിയും എന്നെ നിർബന്ധിച്ച് വിട്ടില്ലായിരുന്നു എങ്കിൽ എനിക്ക് വിദ്യാഭ്യാസം അറിവും കിട്ടുകയില്ലായിരുന്നു എന്ന് പറഞ്ഞ് അവർ സന്തോഷിക്കുവാനിടയാകും. അവരെ നിർബന്ധിച്ച് വിട്ടെങ്കിൽ മാത്രമേ അവരത് പഠിച്ച് മിടുക്കന്മാരായി മിടുക്കളായി കയറി വരികയുള്ളൂ. ഇതുപോലെ ഈ ദൈവത്തിന്റെ വചനം ലോകത്തോട് പ്രസംഗിക്കുമ്പോഴാണ് മനുഷ്യകൃത്യത്തെ സ്വാധീനിക്കുന്നത്, പാപവഴികളിൽ നിന്ന് മാറിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, എത്രയോ സന്തോഷമാണ് നമ്മൾ ഓരോ ദിവസം പേപ്പർ വായിക്കുമ്പോൾ കേൾക്കുന്നില്ല, കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചു, അപ്പൻ മകനെ വെട്ടിക്കുന്നു, മകൻ അപ്പനെ വെട്ടിക്കുന്നു. അതെ, മയക്കുമരുന്നിന്റെ അടിമയായിക്കുന്ന ഭർത്താക്കന്മാർ ഭാര്യമാരെ കൊല്ലുന്നു. അങ്ങനെ ജീവിതം നരകമായി മാറിക്കൊണ്ടിരിക്കുമ്പോ നമുക്ക് എവിടെ രക്ഷ? ചിന്തിച്ചു നോക്കിക്കേ. നിയമങ്ങൾ കൊണ്ട് രക്ഷിക്കപ്പെടാൻ സാധിക്കുക, ജയിലുകൾ നിന്ന് കറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പോലീസ് സ്റ്റേഷനിലെ കേസുകൾ കുന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ്, കോടതികളിൽ കേസുകൾ കുന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ കൊണ്ടാ രക്ഷ? ചിന്തിച്ചു നോക്കിക്കേ. ആശുപത്രി പോയതുകൊണ്ട് പ്രയോജനമുണ്ട്? ഇല്ല. പിന്നെ ഏക മാർഗം എന്താണ്? യേശു ക്രിസ്തുവിലെ രക്ഷ മാത്രമാണ്. യെരൂശലേമിന്റെ എന്ന് പറഞ്ഞു, ആകാശത്തിന്റെ വീട് ഭൂമിയിൽ മനുഷ്യർക്ക് രക്ഷപ്പെടാൻ ഒരു നാമമുള്ളൂ, അതാണ് യേശുവിന്റെ നാമം. അതുകൊണ്ടാണ് ഈ ലോകത്തോട് ഇവിടെ പ്രസംഗിക്കപ്പെടുന്നത്. ആകെയുള്ളവർക്ക് ഒരു മരണമുണ്ട് എന്ന കാര്യം നമ്മൾ അറിഞ്ഞു പോകരുത്. 100 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളാരും ഇവിടെ ഉണ്ടായിരുന്നില്ല. 100 വർഷം കഴിയുമ്പോൾ നമ്മളിവിടെ കാണുകയല്ല, മണ്ണായി തിരിഞ്ഞിരിച്ചു നോക്കിക്കേ. അപ്പൊ അതിനകത്ത് ധനവാന്മാര്, ദരിദ്രന്മാര്, വീടുള്ളവര്, വീടില്ലാത്തവര്, കൊട്ടാരമുള്ളവര്, ഉന്നത ബിരുദാരികള്, ഉന്നത ഉദ്യോഗസ്ഥന്മാര്, രാഷ്ട്രീയ നേതാക്കന്മാർ, അങ്ങനെ ഒരു ലിസ്റ്റിംഗ് എടുത്താൽ 100 വർഷം മുമ്പുണ്ടായിരുന്ന മഹാന്മാരാരും ഇന്നിവിടെ ഇല്ല കേട്ടോ. ഇനി ഇന്നിവിടെയുള്ള മഹാന്മാരെല്ലാവരും 100 വർഷം കഴിയുമ്പോ കാണുകയില്ല. ഈ മായമായ ലോകമല്ലേ. പാട്ടുകാരിങ്ങനെ പാടി, കിട്ടിയ വീട് നിലം വരുള്ളൂ, കണ്ടിടുമുറ്റാരുടയവര്, കിട്ടിയ വീട് നിലം വരുള്ളൂ, കണ്ടിടുമുറ്റാരുടയവര്, കൊടുവിട്ട് നിൻ ജീവൻ പോയാൽ കൂടെ വരാതെ വേപ്പെടുമേ, വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു, വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ഉലകമായ അഴകു സമ അത് നമ്പാതെ മയക്കും നിന്നെ, ഉലകമായ
അഴകു സമ അത് നമ്പാതെ മയക്കും നിന്നെ മരണമൊരു നാൾ വന്നിടുമേ മറക്കാതെ നീ രക്ഷകനെ വരുവേനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. പ്രിയമുള്ളവരെ, സമയം നമുക്ക് വേണ്ടി നോക്കി നിൽക്കുകയില്ല. നമ്മളത് പേപ്പർ എടുത്താൽ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ വയോവൃദ്ധരായ എത്രയോ പേരെ മരണം സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ ആശുപത്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാവരും പറയും ഞങ്ങൾ ഇങ്ങനെ രോഗിയായി തീരുമെന്ന് വിചാരിച്ചിരുന്നില്ല. ചിന്തിച്ചു നോക്കിയാൽ നാളെയാണ് നമ്മൾ രോഗിയായി തീരുന്നത്, നാളെയാണ് മരണമെന്ന് നമുക്കറിയാൻ പറ്റുമോ? ഒരു 33 വയസ്സ് 28 30 വയസ്സ് പ്രായമാണെങ്കിൽ ഇതെല്ലാം എൻ്റെയാണ്, ഞാൻ നടക്കുന്ന ഭൂമി ഗുരുവെന്നൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നും. എന്നാൽ വാർദ്ധക്യം നിലയുള്ള കാലത്തിലേക്ക് വരുമ്പോൾ ഇന്നത്തെ അവസ്ഥ ദയനീയമാണ്. വൃദ്ധസാധനങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചിന്തിച്ചു നോക്കണം. അതുകൊണ്ട് യൗവനകാലത്ത്, ആരോഗ്യമുള്ള കാലത്ത് ബുദ്ധിമാനായ സോളമൻ പറഞ്ഞ, യൗവനക്കാരാ നിന്റെ യൗവനത്തെ സൃഷ്ടാവിനെ ഓർക്കുക. നിനക്ക് ഇഷ്ടമില്ല എന്ന് പറയുമ്പോഴല്ല. കാരണം ഇന്ന് നമ്മൾ എന്തിനു വേണ്ടി ഓടുന്നു, എന്തിനു വേണ്ടി ആഗ്രഹിക്കുന്നു, എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു? ആ യൗവനത്തെ ചെയ്തത് വാർദ്ധക്യ കാലത്ത് കിട്ടാമെന്ന് എന്നോട് വേണ്ട എന്ന് പറയും. അപ്പൊ 2 സമയം ഒരു ശരീരത്തിലായിരിക്കുന്നത്. ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ടാണ് ലോകമോഹങ്ങൾ കൂടി ഓടുന്നത്, അധ്വാനിക്കുന്നത്, ബലം ചെയ്യുന്നത്, നിയമത്തെ ഉപയോഗിക്കുന്നത്. എന്നാൽ വാർദ്ധക്യത്തിന് തിരിച്ചു കിട്ടുമ്പോ ഈ ശരീരത്തിൽ അന്നേരം നമ്മൾ വേണ്ട എന്ന് പറയും. അതുകൊണ്ടാണ് യൗവനക്കാരാ നിന്റെ യൗവന സൃഷ്ടാവിനെ ഓർക്കണമേ എന്ന് പറയുന്നത്. ചിന്തിച്ചു നോക്കണമേ. സുകുമാരൻ പൊറ്റക്കാട് ഇങ്ങനെ എഴുതി, ജ്ഞാനത്തിന്റെ രാജവീതിയിലേക്ക് അനയിക്കാത്ത വിദ്യാഭ്യാസം ജീവിതയാത്രയിൽ ഭാരം വർദ്ധിപ്പിക്കുന്ന തലച്ചുമടുകളായിരിക്കും. ചിന്തിച്ചു നോക്കണം. ജ്ഞാനത്തിന്റെ രാജവീതിയിലേക്ക് ആനയിക്കാത്ത വിദ്യാഭ്യാസം ജീവിതയാത്രയിൽ ഭാരം വർദ്ധിപ്പിക്കുന്ന തലച്ചുമടുകളാണ്. സോളമൻ പറഞ്ഞു, ദൈവഭയമാണ് ജ്ഞാനത്തിന്റെ ആരംഭം. അത് പരിശുദ്ധനുള്ള പരിജ്ഞാനമാണ്. അത് ആയുസ്സിനെ ദീർഘമാക്കി തരുന്നു. ജയിലുകൾ പരിശോധിച്ചാൽ, കോടതികൾ കയറി ഇറങ്ങുന്നവരെ പരിശോധിച്ചാൽ ആ കൂട്ടത്തിൽ ഉന്നത ബിരുദാനികളുണ്ട്, ധനവാന്മാരുണ്ട്, മിടുക്കന്മാരുണ്ട്, മിടുമിടുക്കന്മാരുണ്ട്. ആ മിടുമിടുക്കുകൊണ്ട് ആ ധനം കൊണ്ടും സമാധാനം ലഭിക്കുകയില്ല. സമാധാനം യേശുവിന്റെ കയ്യിലാണ്. യേശു പറഞ്ഞു, ഞാൻ സമാധാനം നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്ന പോലെയല്ല എന്ന്. പ്രിയമുള്ളവരെ, ചിന്തിച്ചു നോക്കണമേ. ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താല്, ആ ദൈവസ്നേഹത്താല്, ആ ബൈബിളൊക്കെ ഒന്ന് അറിയുന്നത് കൊണ്ട് എത്രയോ സന്തോഷമാണ്. നമ്മുടെ ഭവനങ്ങൾ സന്തോഷഭവനങ്ങളായി തീരുവാൻ, നമ്മുടെ തലമുറകൾ നന്നായി വരുവാൻ, നമ്മുടെ വാർത്തയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാൻ അതേ ഈ വചന കേൾവി നിങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾ ലഘുലയുമായി കടന്നു വരുമ്പോൾ ആ ലഘുലയൊക്കെ മേടിച്ച് സന്തോഷത്തോടെ വായിക്കണമേ. ആ നമ്പറിൽ വിളിക്കണമേ. ഈ ദേശത്തിന് ഞങ്ങൾ കടന്നു വന്ന് അല്പസമയം സംസാരിച്ചത്, യേശുവിനെ പരിചയപ്പെടുത്തിയത് ഒരു അനുഗ്രഹമാക്കി മാറ്റിയെടുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. വാടിക്കൊഴിയും ഭർത്യാനീയും മരണദിനത്തിൽ നേടിയതെല്ലാം ആർക്കാകും. വാടിക്കൊഴിയും ഭർത്യാനീയും മരണദിനത്തിൽ നേടിയതെല്ലാം ആർക്കാകും. ഓർക്കുമോ നീയോ യേശുവിനെ ക്രൂശിൽ കാണാൻ രക്ഷകനെ. ഓർക്കുമോ നീയോ യേശുവിനെ ക്രൂശിൽ കാണാൻ രക്ഷകനെ. ലോകം ഒടുവിൽ തള്ളിക്കളയും ശോകക്കടലിൽ വീണിടുമേ. ലോകം ഒടുവിൽ തള്ളിക്കളയും ശോകക്കടലിൽ വീണിടുമേ. ജീവിത നൗകയിൽ അവനിടമേകി പോകുക ക്രൂശിൻ പാതയത്. ജീവിത നൗകയിൽ അവനിടമേകി പോകുക ക്രൂശിൻ പാതയത്. ആരോഗ്യവും ധനവും എന്നും നിലനിൽക്കില്ല എന്നോർത്തുകൊണ്ട് യേശുവിലേക്കൊന്ന് മടങ്ങി വരുവാൻ, അതെ ദൈവരാജ ചിന്തയിലേക്കൊന്ന് മാറുവാൻ, ആ ക്രൂശിലേക്കൊന്ന് നോക്കുവാൻ എവർക്കിടയാകട്ടെ. ഞങ്ങളുടെ നിലകരേഖലും വായിച്ച് സന്തോഷത്തോടെ വാങ്ങി വായിക്കണമേ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ മീറ്റിംഗ് പ്രാർത്ഥന അവസാനിപ്പിക്കുകയാണ്. കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ പ്രദേശത്തെ ജനങ്ങൾ കേട്ട വചനം, യേശുവിനെ പറ്റി അവർ അറിഞ്ഞ ആ വചനങ്ങൾ അവർക്ക് നഷ്ടമായി പോകാതെ അവരുടെ ഹൃദയത്തെ സംസ്കരിക്കുവാനും ദൈവരാജ ചിന്തയുള്ളവരായി തിരടയാക്കണമേ. മദ്യപാനികളായ ആരെങ്കിലും കേട്ടെങ്കിൽ അവർ മാനസാന്തരപ്പെടുവാനും മദ്യം ഉപേക്ഷിക്കുവാനും ഭവനം സന്തോഷമായിട്ടയാക്കണമേ. മയക്കുമരുന്നിന് ആരെങ്കിലും അടിമകളുണ്ടെന്ന് അത് ഉപേക്ഷിച്ച് സ്വതന്ത്രരായി സന്തോഷവാന്മാരായി തിരടയാക്കണമേ. ഈ ദേശത്തെ അനുഗ്രഹിക്കണമേ. ഓട്ടോ തൊഴിലാളികളെ, വാഹനം ഓടിക്കുന്നവരെ, കച്ചവടക്കാരെല്ലാവരും ഗ്രഹിക്കണമേ.
ഭാരങ്ങൾ കേട്ടവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ സംസാരിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് ഒരുക്കി തന്നതിനായി സ്തോത്രം. ഇതിന്റെ എല്ലാ മഹത്വം കർത്താവിന് അർപ്പിക്കുന്നു. യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശു ക്രിസ്തു പരിശുദ്ധാത്മ നൽകുന്നു. യേശു രാജാവായി വേഗം വരുന്നു. നിന്റെ ദൈവത്തെ ഒരുങ്ങിക്കൊള്ളുക. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരയണമേ. സ്തോത്രം.